പൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടും നിറഞ്ഞ ഹൃദയത്തോടും സുപ്രഭാത വന്ദനം. ഭാരതം പിന്തിരിപ്പനാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പിന്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ, പിന്തിരിഞ്ഞ് നോക്കി നമ്മുടെ പൈതൃകത്തിൻ്റെ സന്ദേശങ്ങൾ എടുക്കുകയാണെങ്കിൽ, പുറകോട്ട് നോക്കി ആവേശവും ആത്മനിർഭരതയും ആത്മസംതൃപ്തിയും ആത്മജ്ഞാനവും ഏത് മണ്ഡലത്തിലെ ആണെങ്കിലും അതെല്ലാം എടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന ആധുനിക പേരാണ് തെറ്റിദ്ധാരണയിലൂടെ പ്രചരിപ്പിക്കുന്നത് പിന്തിരിപ്പൻ എന്ന്. പിന്തിരിപ്പൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു തെറ്റിദ്ധാരണയാണ്. പുറകോട്ട് തിരിഞ്ഞ് നോക്കി അതിൽ നിന്നൊന്നും എടുക്കരുത്, എടുത്താൽ പിന്തിരിപ്പനാവും. പക്ഷേ ഭാരതത്തിലെ പിന്തിരിപ്പൻ മുഴുവനും വേദത്തിലാണുള്ളത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നും സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ എന്നും സർവേഭി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു എന്നും ഭദ്രം കർണേഭി ശൃണുയാമദേവ ഭദ്രം പശ്യേമാക്ഷതര്യജത്ര എന്നുള്ള മന്ത്രങ്ങളെല്ലാം വേദത്തിലെയാണ്. അത് ഇന്ന് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു എന്ന് മാത്രമല്ല, മലയാള മനോരമയിലെ ധർമ്മോസ്മത് കുലദൈവതം എന്നുള്ളത് പോലും വേദത്തിലെയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ എംബ്ലം കർമ്മണി വ്യജ്യതേ പ്രജ്ഞാഹ, കർമ്മണി വ്യജ്യതേ പ്രജ്ഞ. ഭാരതത്തിലെ യൂണിവേഴ്സിറ്റികളിൽ 90%, 95% യൂണിവേഴ്സിറ്റികളിലെയും എംബ്ലത്തിലുള്ളത് വേദവരികളാണ്. എംബ്ലം, അതിൻ്റെ ചുവട്ടിൽ സംസ്കൃതത്തിൽ എഴുതി നോക്കിയാൽ അറിയാം, അതെല്ലാം വേദത്തിലെ വരികളാണ്. യോഗക്ഷേമം വഹാമ്യഹം ഭഗവത്ഗീതയിലെ മാത്രമല്ല വേദത്തിലെ വരിയാണ്. LICയിലെ അങ്ങനെ ഏത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൈവറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചിലതും നോക്കുകയാണെങ്കിൽ ഒക്കെ പിന്തിരിപ്പനാണ്, വേദവരികളാണ് അതിനകത്ത് ഉള്ളത്. ഇനി നമുക്ക് വേദത്തിലെ 1ാമത്തെ മണ്ഡലത്തിലെ 6ാമത്തെ സൂക്തത്തിലേക്ക് കടക്കാം. 6ാമത്തെ സൂക്തത്തിൽ വളരെ വളരെ ധന്യമായ രീതിയിൽ 10 വരികളാണുള്ളത്, 10 റിക്കുകളാണുള്ളത്. മധു ഛന്ദസ് എന്ന് പറയുന്ന അതേ ഋഷി തന്നെ എഴുതിയിരിക്കുന്നതാണ്. നമുക്ക് ആ വേദവരികൾ വായിച്ചാർത്ഥത്തിലേക്ക് പോകാം. യുഞ്ജന്തി ഭ്രദ്രമാരുഷം ചരം ദംപരീതസ്തുഷാ രോജം തേ രോജനാ ദിവീ യുഞ്ജന്ത്യസ്യ കാമ്യാ ഹരി വിപക്ഷ സാരഥേ ശോണാദൃഷ്ണോ നൃവാഹാസഃ ഖേദം കൃണ്വന്നാഖേദവേപേശോ മര്യാപേശസേ സമുഷദ്ഭിരജായതാഹം ആദഹ സ്വധാമനഃ പുനർഗർഭത്വമേരിതേ ദധാനാനാമയജ്ഞം പീളൂചീദാരുജത്നോഭ്യർഗുഹാചിതിന്ദ്രവന്നീഭിः അവിന്ദൗശ്രിയാ അനോ ദേവയന്തോ യഥാമതിമച്ചാ വിദദ്വാ ശൃംഗിരാः മഹാമാനുഷദശ്രുതം ഇന്ദ്രേണ സംഹിതൃക്ഷസേ സഞ്ജഗ്മാനോ അഭിഭ്യുഷാമന്ദൂസമാനവർച്ചസാം ആനാവദ്യൈരഭിദ്യൂഭിർമഖഃ സഹസ്വദർച്ചഭിः ഗുണൈരിന്ദ്രസ്യ കാമ്യൈः അത പരിച്ഛ്മന്നാഗാഹി ദിവോ വാ ആരോചനാദധീം സസ്മിന്നും ജാതേ ഗിരാഃ ഇതോ വാ സാദിമീമഹേ ദിവോ വാ പാർത്ഥിവാദധി ഇന്ദ്രം മഹോ വാ രജസാഃ. 10 റിക്കുകളാണ് ഉള്ളത്. ഇനി ഇതിലെ അർത്ഥമൊന്ന് നമുക്ക് നോക്കാം. സൂര്യനും അഗ്നിയും വായുരൂപവുമായ 3 വസ്തുതത്വങ്ങളും, സൂര്യൻ്റെ പ്രകാശവും ചൂടും അതുപോലെ അഗ്നിയുടെ പ്രകാശവും ചൂടും വായുവിൻ്റെ പ്രാണധാതാവ് എന്ന ജീവൻ നൽകുന്ന ആ തത്വവും 3 വ്യത്യസ്ത തത്വങ്ങളും അതുപോലെ തന്നെ അറിയുവാൻ സ്വയം ഒരു വിജ്ഞാന രത്നമായി തീരും. ഈ 3 കാര്യങ്ങൾ പറഞ്ഞാൽ ആ വ്യക്തി ഒരു വിജ്ഞാന രത്നമായി തീരും. സൂര്യനിൽ നിന്നാണ് സർവ്വചരാചരം, സൂര്യനിൽ നിന്നാണ് ഭൂമി ഉത്ഭവിച്ചത്, മറ്റ് ഗ്രഹങ്ങൾ ഉത്ഭവിച്ചത്. അപ്പോൾ സൂര്യനെ കുറിച്ച് പഠിച്ചാൽ ബാക്കി എല്ലാത്തിൻ്റെയും മഹത്വമേറിയ എല്ലാം അറിയാൻ സാധിക്കും. 6 മില്യൺ ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കത്തിജ്വലിക്കുന്ന സൂര്യനും
അതുപോലെ അഗ്നിയും അതുപോലെ തന്നെ വായുവും, ഈ മൂന്നിൻ്റെയും തത്വങ്ങൾ അറിയുന്നവൻ വിജ്ഞാനരത്നമായി മാറും. അയാൾ തന്നിലെ ആ വിദ്യാപ്രകാശത്തെ സമസ്ത ജനങ്ങളിലും എത്തിച്ച് ഈ ലോകത്തെ വിജ്ഞാന പ്രഭാപൂരിതമാക്കി തീർക്കണം. ആ അറിവ് ലോകത്തിൽ സമസ്ത ജനങ്ങളെയും എത്തിച്ച് അവരെയും വിദ്യ പ്രവീണമുള്ളവരാക്കി തീർക്കണം. വിജ്ഞന്മാർ ധാർമ്മിക നിയമസംഹിതകളിൽ നിയന്ത്രിതർ തന്നെയാണ്. അറിവുള്ളവര് ധാർമ്മിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ്. വിജ്ഞൻ തന്റെ വിജ്ഞാന സംവേദന കർമ്മത്തിൽ നിരതനായിരിക്കുന്നു. വിജ്ഞൻ അറിവുള്ളവൻ ആ അറിവ് പ്രചരിപ്പിക്കുന്നതിൽ, നമുക്കും അത് ബാധകമാണ്, അറിവ് പ്രചരിപ്പിക്കുന്നതിൽ നിരതനായിട്ടിരിക്കുന്നു. അവൻ സൂര്യാഗ്നി വായു തത്വങ്ങളെ പരസ്പരം ഉരിതങ്ങളാക്കി ബന്ധിപ്പിക്കുന്നു. സൂര്യചൈതന്യം പ്രകാശം നൽകുക എന്നുള്ളത്, അറിവ് നൽകുക മനുഷ്യന്റെ ദൗത്യമാണ്. സൂര്യന്റെ ദൗത്യമാണ് പ്രകാശം നൽകുക. സർവ്വചരാചരങ്ങൾക്കും ആവശ്യമായിട്ടുള്ള പ്രകാശം സൂര്യൻ നൽകുന്നത് പോലെ സർവ്വജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള പ്രകാശം, നമ്മൾ പറയാറുണ്ട് തമസോമാ ജ്യോതിർഗമയ, അത് നൽകുക. സൂര്യാഗ്നി വായു തത്വവുമായി ബന്ധപ്പെടാത്ത ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. സൂര്യൻ പ്ലസ് അഗ്നി പ്ലസ് വായു. നമുക്ക് എല്ലാവർക്കും അറിയാം, സൂര്യൻ ഒരു ദിവസം പണിമുടക്കിയാൽ എന്ത് സംഭവിക്കും? അഗ്നി, പുറത്തുള്ള അഗ്നിയും അകത്തുള്ള അഗ്നിയും, അകത്ത് ജഡരാഗ്നിയും പുറത്ത് ബാഹ്യാഗ്നിയും, അതിൻ്റെ പ്രത്യേകതകളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ അടുക്കള മുതൽക്ക് ശ്മശാനം വരെ അഗ്നിയില്ലാതെ ഒന്നും നടക്കില്ല. വായു ഒരു 14 സെക്കൻഡ് പോലും മൂക്ക് കൃത്യമായിട്ട് അടച്ചു പിടിച്ച്, നമുക്ക് വായയും മൂക്കും അടച്ചു പിടിച്ച് 14 സെക്കൻഡ് പോലും ജീവിക്കാൻ സാധിക്കില്ല. ഈ മൂന്നുമാണ് ജീവിതത്തിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളത്. അതിനെക്കുറിച്ച് അറിയിക്കുക. ഈ തത്വം ഉൾക്കൊള്ളുവാൻ സൂര്യാഗ്നി വായു ദേവതമാരെ ഭജിക്കുക എന്നർത്ഥം പഠിക്കുക, പഠിപ്പിക്കുക. അടുത്തത്, ഇന്ദ്രദേവന്റെ രഥത്തിൽ ആദിത്യാഗ്നി വായുക്കളുടെ ഊർജ സമാവേശമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ കോൺഷ്യസ്നെസ്സിലും അവയർനെസ്സിലും സൂര്യ ചൈതന്യവും അഗ്നി ചൈതന്യവും വായു ചൈതന്യവും ഉണ്ട്. ആകയാൽ ഇന്ദ്രപ്രഭുവിന്റെ രഥം ശ്രേഷ്ഠവാഹകരായ ഹരികളെ കുതിരകളെ പൂട്ടിയതായി, ഊർജം നിവേശിപ്പിച്ചതായി, അവ ചുവപ്പ് നിറത്തോടു കൂടിയതും ഗതിവേഗതയാർന്നതും ഗാംഭീര്യമുള്ളതുമാണ്. ഈ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് അത് എല്ലായിടത്തും എത്തുന്നു. ഒരു ആശുപത്രിയിലെ ഒരു സ്ത്രീയുടെ ഡെലിവറി സമയത്തും ആ കുഞ്ഞ് എങ്ങനെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരണം, ഒരു ഒട്ടകം പ്രസവിക്കുമ്പോഴും ആ ഒട്ടകത്തിൻ്റെ പ്രസവം എങ്ങനെ നടക്കണം, പ്രകൃതി തീരുമാനിച്ചിരിക്കുന്ന മാതിരിയാണ്. ഒരു കുതിരയുടെ മരണം, ഒരു സിംഹത്തിൻ്റെ മരണം, ഒരു ആനയുടെ മരണം, അതുപോലെ ഈ പ്രകൃതിയിൽ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ജീവികളുടെയും എല്ലാത്തിൻ്റെയും ജനനവും നിലനിൽപ്പും മരണവും പ്രകൃതിയിലുള്ള കോൺഷ്യസ്നെസ്സും അവയർനെസ്സിൻ്റെയും ദിശ പ്രകാരമാണ്. അതുകൊണ്ട് ആ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും എത്തേണ്ടയിടത്ത് കുതിരപ്പുറത്ത് സൈന്യാധിപന്മാരെത്തുന്നത് മാതിരി എല്ലായിടത്തും ഈ പ്രപഞ്ചത്തിൻ്റെ അവയർനെസ് എത്തുന്നു. ആ രഥം എല്ലാ ദിവസവും മാനവരെയും അവർക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികളെയും വഹിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഒരു സിംബോളിക് പ്രസന്റേഷനാണ്. ഇന്ദ്രൻ നൽകുന്നതായ പ്രകൃതി വിഭവങ്ങൾ, നമുക്ക് ജീവന് ആവശ്യമായിട്ടുള്ളതെല്ലാം, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത്, ജനനം മുതൽക്ക് നിലനിൽപ്പ് മുതൽക്ക് മരണം വരെയുള്ള ഓരോ പ്രക്രിയയുടെയും അവയർനെസ്സും കോൺഷ്യസ്നെസ്സിനും പ്രകൃതിക്കുണ്ട്. 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും എങ്ങനെ നിലനിൽക്കണമെന്ന് പ്രകൃതി തീരുമാനിച്ച് അതിനെ പരിപാലിക്കുന്ന ആ ഇന്ദ്ര ഭഗവാൻ എന്ന സിംബോളിക് പ്രസന്റേഷനാണ്. ഈ അശ്വശക്തിയെ നാനാതരത്തിൽപ്പെട്ട ചാലക ശക്തിയായി ഉപയോഗിക്കാം. ഈ രഥചാലകം എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്ന ആ ചാലന ശക്തിയായിട്ട് ഒരു രഥത്തെ ഇമാജിൻ ചെയ്ത് വേദത്തിൽ വിവരിക്കുന്നു. ഇന്ദ്രപ്രസാദം നേടി ആ രഥചാലക ശക്തിയുടെ നാനാതരത്തിൽപ്പെട്ട പ്രയോജനം അനുഭവിക്കുക. പ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കി പ്രകൃതിയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുക. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റാനുള്ള വിജ്ഞാനമാകുന്ന പ്രകാശം തരുന്നത് ഈശ്വരനാണ്. ദാരിദ്ര്യ നിവാരണ മാർഗവും ഈശ്വര പ്രദത്തം തന്നെയാണ്. അതുകൊണ്ട് ഈശ്വരീയമായ സത്യാർത്ഥം ഉൾക്കൊണ്ടിരിക്കുന്ന ജ്ഞാനികളിൽ നിന്ന് നാനാതരത്തിൽപ്പെട്ട വിജ്ഞാന ശാഖകളിൽ പാണ്ഡിത്യം നേടിക്കൊള്ളണം. അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടിക്കൊള്ളണം. സൂര്യദേവൻ വിജ്ഞാന പ്രഭാപ്രസരം കൊണ്ട് പദാർത്ഥ വിജ്ഞാനം തരുന്നത് സൂര്യപ്രകാശം കൊണ്ടാണ്. രാവിലെ നമ്മളൊരു 8 മണിക്ക് 9 മണിക്ക് ഓഫീസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വൈകുന്നേരം 4-4:30 5 മണിക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ ഉള്ളിൽ ഒരു വസ്തുതയുണ്ട്. എന്താണത്?
സൂര്യൻ പ്രകാശം തരുന്നത് മുതൽക്ക് നമ്മൾ പ്രഭാതകൃത്യങ്ങൾ ചെയ്തിട്ട് സൂര്യപ്രകാശം പരമാവധി ഉപയോഗിക്കാനാണ്. ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും പ്രൈവറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഡ്രൈവർമാരാണെങ്കിലും എല്ലാവരും പകല് ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞാണ് വർക്ക് തുടങ്ങാം. സൂര്യൻ അസ്തമിക്കാറാവുന്നതിന് കുറച്ച് മുമ്പാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ സൂര്യ സാന്നിധ്യമാണ് ഈ പ്രവൃത്തികൾക്കെല്ലാം ആധാരമായിരിക്കുന്നത്. പദാർത്ഥ വിജ്ഞാനം തരുന്നതെല്ലാം സൂര്യനാണ്. ആ സൂര്യൻ നമ്മോടൊപ്പം വിരാജിച്ചുകൊണ്ടാണ് ഈ വിജ്ഞാനദാന പ്രക്രിയ അനുദിനം നടത്തുന്നത്. പ്രകാശവർഷം ചൊരിയാനെത്തുന്ന ഈശ്വരീയമായ പ്രവൃത്തിയിൽ നിന്ന് ലാഭം ഉൾക്കൊള്ളുവാൻ വിദ്യാലാഭം ഉൾക്കൊണ്ട് മഹാന്മാരായി തീരുവിൻ. ആ സൂര്യപ്രകാശം കൊണ്ടാണ് നമ്മൾ സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്നത്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. സൂര്യപ്രകാശം കൊണ്ടാണ് വർക്ക്ഷോപ്പ് പ്രവർത്തിക്കുന്നത്. 90% സൂര്യപ്രകാശം കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ചും സോളാർ എനർജിയുടെ കാര്യത്തിൽ ലോകത്തിലെ സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഭാരതത്തിന് ചൈന കഴിഞ്ഞ് 2ാം സ്ഥാനമാണുള്ളത്. അപ്പോൾ ആ സൂര്യപ്രകാശമാണ് ഇലക്ട്രിസിറ്റിയായി മാറുന്നത്. ആ ഇലക്ട്രിസിറ്റിയാണ് ഹീറ്റ് എനർജി ആക്കിയിട്ടും ലൈറ്റ് എനർജി ആയിട്ടും സൗണ്ട് എനർജി ആയിട്ടും എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ സൂര്യൻ പരോക്ഷമായിട്ട് നമ്മളെ സഹായിക്കുന്നു. അടുത്തത്, സൂര്യതാപം കൊണ്ട് ആവിയായി തീരുന്ന ജനഗണങ്ങളെ മരുത്തുക്കൾ വായുക്കൾ ജലഗർഭമായി മേഘമാക്കി മാറ്റുന്നു. തുടർന്ന് ആ മരുത്തുക്കൾ തന്നെ മേഘത്തെ മഴയായി പെയ്യിപ്പിക്കുന്നു. അതുമൂലം ജീവസന്ധാരണത്തിന് ആവശ്യമായ ധാന്യ സസ്യലതാദികൾ ഭൂമിയിലുണ്ടാകുന്നു. ഈ പ്രവൃത്തി അനവരതം തുടരുന്നു. സൂര്യന്റെ ഊർജം മരുത്തുക്കളുടെ ചാലകശക്തി വായുവിന്റെ ചാലകശക്തി ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് അനവരതം പ്രവർത്തിച്ചു വരുന്നു. പ്രകൃതി ശക്തിയും ഭൂമിയുടെ സസ്യശ്യാമളാവസ്ഥയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വൈദികർ നല്ലവണ്ണം ഉൾക്കൊണ്ടിരുന്നു എന്നതിന് ഈ മന്ത്രം തെളിവാണ്. അതുപോലെ തന്നെ കൊടുങ്കാറ്റില് വലിയ വൃക്ഷങ്ങളും മറ്റും മറിഞ്ഞു പോകുന്നുണ്ട്. ആ വൃക്ഷങ്ങളുടെ ശിഖരങ്ങളെ കാറ്റടിച്ച് മുറിച്ച് അന്തരീക്ഷത്തിൽ എത്തിക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. സൂര്യതാപത്തിൻ്റെയും അതുമൂലമുണ്ടാകുന്നതുമായ ന്യൂനമർദ്ദത്തിൻ്റെയും പരിണതഫലം കൊടുങ്കാറ്റിൻ്റെ പ്രവൃത്തികളാണ് ഇവ എന്ന് കാര്യം വൈദികർ അറിഞ്ഞിരിക്കുന്നു. മനുഷ്യർ കാര്യങ്ങളെ വെടിപ്പായി ചെയ്യുന്നത് പോലെ ഇന്ദ്രനും അഗ്നിയും വായുവും പ്രകാശ സഞ്ചാരണത്തിലൂടെ പദാർത്ഥങ്ങളെ വെളിവാക്കുന്നു. സ്പർശന വലയത്തിൽപ്പെടുന്ന ജലതന്മാത്രകളെ പിടിച്ചെടുത്ത് കരുത്തുള്ള വായുവിൻ്റെ സഹായത്തോടെ മുകളിലേക്ക് കൊണ്ടുപോയി അന്തരീക്ഷത്തിൽ മേഘങ്ങളാക്കി മാറ്റിവെക്കുന്നു. യോഗ്യമായ സമയത്ത് മഴയായി അത് ഭൂമിക്ക് ലഭ്യമാക്കുന്നു. ഊർജം, ചാലകശക്തി തുടങ്ങിയവയുടെ വിവരങ്ങൾ കൈമുതലായിട്ടുള്ള മരുത്തുക്കളും ആ വിവരങ്ങൾ വേണ്ടും വിധം ഉൾക്കൊണ്ടും വൈജ്ഞാനിക തലത്തിൽ മികവുറ്റവർ തന്നെ. ശബ്ദതത്വം അറിയുന്ന അവർ പറയുന്നതും ശാസ്ത്രയുക്തങ്ങളായ കാര്യങ്ങളായിരിക്കും. ആകയാൽ നമ്മുടെ പൂർവികരായ ഋഷിവര്യന്മാരുടെ ശ്രവണകഥനങ്ങളിൽ കുറവോ കൂടുതലോ ഇല്ല. അവ തികവാർന്നതാണ്. വേദമന്ത്രങ്ങളിലെ അറിവുകൾ തികവാർന്നതാണ്. നിങ്ങളും ശാസ്ത്രജ്ഞരായ മരുദ്ഗണങ്ങളെ സേവിച്ച് സമസ്ത വിജ്ഞാനവും ഉൾക്കൊള്ളുക. അടുത്തത്, വായുവിനും അഗ്നിക്കും തമ്മിൽ സഹവർത്തിത്വമുണ്ട്. അഗ്നിയോട് ചേരുന്നതിന് വായുവിന് ഒരു ഭയവുമില്ല. അഗ്നിയുടെ പ്രാണൻ കൂടിയാണ് വായുദേവൻ. അഗ്നി നിലനിൽക്കണമെങ്കിൽ വായു വേണം. അപ്പൊ അഗ്നിയുടെ പ്രാണനാണ് വായുദേവൻ. വായു ഇല്ലെങ്കിൽ അഗ്നി ജ്വലിക്കുകയില്ലല്ലോ. അതുകൊണ്ട് വായുഹീനമായ അഗ്നി സങ്കല്പത്തിൽ പോലുമില്ല. അവയുടെ സഹവർത്തിത്വം നിത്യം തന്നെയാണ്. വായുവിൻ്റെ ഗതിയും അഗ്നിയായ താപത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചാണ്. അവർ പരസ്പരം സഹായിക്കുന്നവരാണ്, സഹവർത്തിക്കുന്നവരാണ്. വായുവും അഗ്നിയും വായുവിനും അഗ്നിക്കും തമ്മിലുള്ള ഈ ബന്ധം എല്ലാ വൈജ്ഞാനികരും അറിഞ്ഞുകൊള്ളേണ്ടതാണ്. ഈ വിജ്ഞാനം പ്രയോഗത്തിലാക്കി നേട്ടമുണ്ടാക്കേണ്ടത് ആണ്. ഗവേഷണ ഫലങ്ങളും അതുപോലെ തന്നെ യജ്ഞഫലങ്ങളും ഭൗതിക നേട്ടങ്ങളും ആധ്യാത്മിക നേട്ടങ്ങളും അന്തരീക്ഷ ശുദ്ധി മുതലായവയ്ക്കും സഹായകമാണ്. തന്മൂലം ജനസാമാന്യം മാനസികവും ശാരീരികവുമായ പീഡകളിൽ നിന്ന് മുക്തരാകുന്നു. അവർ അത്യുത്സാഹികളും സന്തുഷ്ടരുമായി തീരുന്നു. നന്മയിലേക്ക് അവർ വഴികാട്ടിയും ആയിത്തീരുന്നു. ആധ്യാത്മികവും ഭൗതികവുമായ നേട്ടങ്ങൾ അവർ ലോകർക്ക് പ്രദാനം ചെയ്യുന്നു. അതിനാൽ അത്തരത്തിലുള്ള
ഈ ആത്മീക ഗവേഷണ ഫലങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് ഈശ്വരീയ ചൈതന്യത്തിലൂടെ ലഭിക്കുന്നു. മേഘമുണ്ടാക്കുന്നതും മഴ പെയ്യിക്കുന്നതുമെല്ലാം വായുശക്തി കൊണ്ട് തന്നെ. സകല പ്രാണിവർഗങ്ങളുടെയും സർവപ്രവർത്തികളും വായുശക്തി കൊണ്ട് തന്നെയാണ്. അതിനാൽ ഈ ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് വായു ചൈതന്യം കൊണ്ടാണ്. ആ വായു സ്തുത്യനാണ്, സ്തുതിക്ക് അർഹനാണ്. ഭൂമിയിലുള്ള ജലഗണങ്ങളെ ആകാശത്തിലേക്ക് തോളിലേറ്റിക്കൊണ്ടു പോകുന്നതും വായു തന്നെയാണ്. ആ ജലഗണങ്ങളെ മഴയാക്കി താഴെ വീഴ്ത്തുന്ന കർമ്മവും വായുനിഷ്ഠമാണ്. വെള്ളം ചുമന്നുകൊണ്ടുപോയി മേഘമായി സൂക്ഷിച്ചു വെച്ച് ആവശ്യം വരുമ്പോൾ മഴയായി ദിവ്യമായി ആകാശത്ത് നിന്ന് വിതരണം ചെയ്തു തരുന്നത് വായുവിൻ്റെ അസാധാരണ ശക്തിയാണെന്നറിയുക. ഈ സൂര്യൻ അതിൻ്റെ പ്രകാശം കൊണ്ട് ഭൂമി, ചന്ദ്രൻ, മറ്റു ഗ്രഹങ്ങൾ എന്നിവയേക്കാൾ വലുതാണെന്ന സത്യം ഇവിടെ ബോധ്യപ്പെടുത്തുന്നു. ഭൂമിയേക്കാളും ചന്ദ്രനേക്കാളും മറ്റ് ഗ്രഹങ്ങളെക്കാളും അന്തരീക്ഷത്തിലെ മറ്റു പല ഗോളങ്ങളെക്കാളും ഇന്ദ്രസൂര്യന് മഹത്വമുണ്ട്. സ്വബോധമുള്ള സൂക്ഷ്മമായ സൂര്യന് മഹത്വമുണ്ട്. സൂര്യന് വലിപ്പമുണ്ട്. പ്രപഞ്ചത്തിൽ ജീവരാശികൾ അനുഭവിക്കുന്ന സകല സൗകര്യങ്ങളും സൂര്യനാണ് നൽകുന്നത്. ഈ സത്യം സമസ്തരും അറിയേണ്ടതാണ്. അതിനനുസരണമായി സമസ്തരും സൂര്യദേവനെ അറിഞ്ഞ് പഠിച്ച് വാഴ്ത്തേണ്ടതാണ്. താപത്തെ അളക്കാനുള്ള വൈദഗ്ധ്യം വൈദിക വൈജ്ഞാനികനുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ മന്ത്രം. ചൂടിൻ്റെ കാഠിന്യം വളർന്ന് മനസ്സിലാക്കി അതുകൊണ്ട് സൂര്യൻ്റെ ദൂരം നിശ്ചയിച്ചിരുന്നവർ കൂടിയായിരുന്നു വേദമന്ത്രങ്ങൾ എഴുതിയവർ. ദൂരത്തിനനുസരണമായി വ്യാസത്തെ കണക്കാക്കി എന്നുകൂടി നമ്മൾ ചിന്തിക്കുന്നു. എങ്കിലും ആ പ്രകാശത്തിൻ്റെയും താപത്തിൻ്റെയും ഉപയോഗമാണ് വൈദിക ഋഷിവര്യന്മാർ ഏറ്റവും അധികം കാര്യമായിട്ട് ജനങ്ങളിൽ എത്തിച്ചതും സ്തുതിച്ച് വിവരിച്ചതും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 10 ഋക്കുകൾ, 6ാമത്തെ സൂക്തത്തിലെ 10 ഋക്കുകളുടെ വിവരണമാണ്. സൂര്യൻ്റെയും വായുവിൻ്റെയും അഗ്നിയുടെയും. ഇത് മൂന്നും പ്രപഞ്ച ചൈതന്യമാണ്, പ്രകൃതി ചൈതന്യമാണ്. അത് മൂന്നുമാണ് നമ്മളിലെ അകത്തും പുറത്തും. നമ്മളുടെ മനസ്സുപോലും പലപ്പോഴും ചില ഓപ്പറേഷൻ തിയേറ്ററിലും ICUവിലുമെല്ലാം കിടക്കുന്ന രോഗികൾ ഒരു 5-6 ദിവസം അവിടെ കിടന്നു കഴിഞ്ഞാൽ, ICUവിലെ ട്യൂബ് ലൈറ്റ് പ്രകാശത്തിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പകലേതാ രാത്രി ഏതാണെന്നറിയില്ല. അതുകൊണ്ട് പല ഡോക്ടർമാരും പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ICUവിൽ കിടക്കുന്നവരെ വീൽ ചെയറിലോ അല്ലെങ്കിൽ മറ്റോ പുറത്ത് കൊണ്ടുവന്ന് ജനലിലൂടെ പുറത്ത് കാണിച്ച് ഇത് പകലാണ്, ഇത് രാത്രിയാണ്, കണ്ടില്ലേ പുറത്ത് ഇരുട്ട, ഇത് രാത്രിയാണ്, പകല് കാണിച്ച് വൃക്ഷങ്ങളെ കാണിച്ച് ചെടികളെ കാണിച്ച് ഇത് പകലാണ് എന്ന് ബോധ്യപ്പെടുത്തണം. അപ്പോൾ സൂര്യപ്രകാശം കിട്ടാതെ ജീവിക്കുന്ന കുറച്ച് ദിവസങ്ങൾ പോലും നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്ന അനുഭവമാണ് ഉണ്ടാകുന്നതെന്ന് ഡോക്ടർമാർ നേരിട്ട് വിവരിച്ചത് കേൾക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ ഈ സൂര്യപ്രകാശം, സൂര്യ സാന്നിധ്യം, പകല്, രാത്രി, ഇവയെല്ലാം നമ്മുടെ സൈക്കോളജിയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുകൂടി ചിന്തിക്കുക. രോഗങ്ങൾ പലപ്പോഴും ഇല്ലാതെയാവാൻ സൂര്യപ്രകാശം കൊള്ളുക, സൂര്യപ്രകാശത്തിലൂടെ യാത്ര ചെയ്യുക. അതുപോലെ വീൽ ചെയർ വെച്ച് പുറത്ത് നമ്മളിതെല്ലാം കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാം. നടക്കാൻ പറ്റാത്ത രോഗികളാണെങ്കിൽ ഇതെല്ലാം ആധുനിക ശാസ്ത്രം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സൂര്യൻ്റെയും വായുവിൻ്റെയും അഗ്നിയുടെയും മഹത്വത്തെ അറിയിക്കുന്നതാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. 6ാമത്തെ സൂക്തമാണ് നമ്മൾ ഇന്ന് വിവരിച്ചത്. നാളെ 7ാമത്തെ സൂക്തം. പ്രണാമം, നമസ്കാരം.